വെൽക്കം ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഡിഗ്രി കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ബാങ്കിങ് 1 എന്ന പേപ്പറുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്നോണം നമ്മൾ അതിൻ്റെ സിലബസ് ഡിസ്കഷനാണ്. സെമസ്റ്റർ 1, 2 ഒന്നാമത്തെ സെമസ്റ്ററിലോ രണ്ടാമത്തെ സെമസ്റ്ററിലോ ആണ് ഈ പേപ്പർ ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ്, ഓരോ ടോപ്പിക് വൈസാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അതിൻ്റെ എക്സ്പ്ലനേഷനും നോട്ട്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി സിലബസിലേക്ക് പോകും. 4 മൊഡ്യൂളുകളായിട്ടാണ് നമ്മുടെ സിലബസ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂള് ഒറിജിൻ ഓഫ് ബാങ്കിങ്. ഒറിജിൻ ഓഫ് ബാങ്കിങ്ങിൽ എങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ വേൾഡ് ആൻഡ് എവല്യൂഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തും എങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റം ഉരുത്തിരിഞ്ഞു വന്നത്, അതാണ് ആദ്യത്തെ ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്, ഒറിജിൻ ഓഫ് ബാങ്കിങ്. ദെൻ അടുത്തത് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തെ ബാങ്കുകൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണത്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എലാബറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദെൻ അനദർ ടോപ്പിക് ഈസ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. ഒരു മോഡേൺ ബാങ്കിങ് ലൈനിലേക്ക് വന്നത് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്, അതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും. അപ്പോൾ ആ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് ഏതെല്ലാം ബാങ്കുകൾ വരുന്നു, നോൺ ഷെഡ്യൂൾഡിനകത്ത് ഏതെല്ലാം ബാങ്കുകൾ വരുന്നു. ദെൻ അടുത്ത ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? നമ്മൾ 2 ഫങ്ഷൻസാണ് പറയാറുള്ളത്, പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തോന്നുമെങ്കിലും അത് ചില ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ ന്യൂ ബാങ്കിങ് എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ന് കാണുന്ന പേയ്മെൻറ്റ് ബാങ്കുകൾ, PayTM, അതുപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, അതുപോലെ നമ്മുടെ ഇന്ത്യ പോസ്റ്റലിൻ്റെ പേയ്മെൻറ്റ് ബാങ്കുകൾ, അങ്ങനെയുള്ള പേയ്മെൻറ്റ് ബാങ്കുകൾ, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ, അതൊക്കെ ഈ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബാങ്കിങ് രംഗത്ത് വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ് ബാങ്കിങ് സിസ്റ്റം, അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്, അതിനകത്ത് എന്തെല്ലാം കോമ്പണൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ മൂവിങ് ടു ദി സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ കാര്യമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനകത്ത് എന്തെല്ലാം ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ വരുന്നത്, ബ്രാഞ്ച് ബാങ്കിങ്, യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ കുറച്ച് അതിൻ്റെ ഒരു ഡീപ്പായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാലൻസ് ഷീറ്റ്, റൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, എങ്ങനെയൊക്കെയാണ് ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് എന്തെല്ലാമാണ്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അതുപോലെ തന്നെ ബാങ്ക് ഫെയിലിയേഴ്സ്. ചില ബാങ്കുകളൊക്കെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാങ്കുകൾ പൊട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ എന്താ പറയുക, RBIയുടെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇത് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ്, എസ്സേ ക്വസ്റ്റ്യനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്യും. ആൻ ഓവർവ്യൂ ഓഫ് ചേഞ്ചസ് ആഫ്റ്റർ നാഷണലൈസേഷൻ. അപ്പോൾ നാഷണലൈസേഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം
ഈ ഒരു കാലഘട്ടം വരെ എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു, പെർഫോമൻസ് എന്തായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായത്. അതാണ് ആൻ ഓവർവ്യൂ ഓഫ് ചേഞ്ചസ് ആഫ്റ്റർ നാഷണലൈസേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് മെർജർ ഓഫ് ബാങ്ക്സ് ആൻഡ് ദെയർ പ്രോബ്ലംസ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. SBIയും അതിൻ്റെ അസോസിയേറ്റ്സും പിന്നെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന മറ്റു ബാങ്ക് മെർജിങ്ങുമായി ബന്ധപ്പെട്ടുന്ന റീസെൻ്റായിട്ടുള്ള ന്യൂസുകളും അതിൻ്റെ അനാലിസിസും ഒക്കെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്നുള്ള ഒരു എൻറ്റയർ ഫ്രെയിം വർക്കിനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് അനലൈസ് ചെയ്യുന്നു. ദെൻ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പറയുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്ന ചില ഒരു ടെക്നിക്കൽ ടേംസുമായി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, ഡിസ്ഹോണറിംഗ് ഓഫ് എ ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്സ്, ഇതൊക്കെ എന്താണ് ആ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുക. അതിനുശേഷം പിന്നീട് കാര്യമായിട്ട് ഈ മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ്? ഒരു വർഷത്തിൽ താഴെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുക. ഗ്രേറ്റർ ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കൂട്ടത്തിലാണ് പെടുത്താറുള്ളത്. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? മണി അറ്റ് കോൾ എന്താണ്, ആൻഡ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്താണ്, ദെൻ ഇൻ്റർ ബാങ്ക് ടേം മണി, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽ തുടങ്ങിയ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂവിങ് ടു ദി ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ അതാണ് നമ്മൾ കാര്യമായിട്ട് ഈ ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. എന്തൊക്കെയാണ് ഇലക്ട്രോണിക് രംഗത്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് നമ്മൾ പറയുന്ന പോലെ ഈ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ കടന്നുവരവും അതുവഴി ഈ ബാങ്കിങ് രംഗത്തുണ്ടായ മാറ്റങ്ങളുമാണ് ഈ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്, അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്താണ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, UPI, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, NEFT, RTGS, IMPS, ഇതൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടേംസുകളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു തിയററ്റിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ വാലറ്റ്, കോർ ബാങ്കിങ്, സ്വിഫ്റ്റ്, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്. അപ്പോൾ ഒരു മോഡേൺ ബാങ്കിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 4 പഠിക്കുന്നത്. ഇതിൽ പല ടേംസും എല്ലാവർക്കും പരിചിതമാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര 4 മൊഡ്യൂളാണ് നമുക്ക് ഈ ഒരു ബാങ്കിങ് 1-നകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക് വൈസ് ഡിസ്കഷൻസും അതിൻ്റെ നോട്ട്സും എക്സ്പ്ലനേഷനുമാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ ബാങ്കിങ് 1 1ാമത്തെ മൊഡ്യൂൾ മുതൽ 4ാമത്തെ മൊഡ്യൂൾ ലാസ്റ്റ് ടോപ്പിക്ക് വരെ ഇതുപോലെ വീഡിയോ ചെയ്യും. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.